ഹലോ ഗൈസ്, ദിസ് ഈസ് ദ ലാസ്റ്റ് വീഡിയോ ഓഫ് മലേഷ്യൻ വ്ളോഗ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ നമ്മൾ നേരെ എത്തിയത് ഈ ഒരു ബിൽഡിങ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആക്ച്വലി ബിൽഡിങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അവിടെ അകത്തെ വ്യൂ ആണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ആരാണോ എന്നത് ഇവിടുത്തെ ആർക്കിടെക്ചർ, ഞാൻ അവരെ ആ സമയത്ത് അഡ്മയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ, മലേഷ്യൻ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണ് ഈ ഒരു അക്വേറിയം. മലേഷ്യ പോകുന്നവരെല്ലാവരും ഇവിടെ വന്ന് മസ്റ്റ് വിസിറ്റാണ്. അപ്പോൾ ഇവിടെ പോയി അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ഫോൺ മെമ്മറി ഓൾമോസ്റ്റ് ഫുള്ളായതുകൊണ്ട് എനിക്ക് നല്ലോണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ട്വിൻ ടവർ കാണാനാണ്. കാരണം ലാസ്റ്റ് നൈറ്റ് മഴ കാരണം നമുക്ക് ട്വിൻ ടവർ ഫുൾ വ്യൂ കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് നമ്മൾ പോയത് ഈ ഒരു തീൻഹു ടെമ്പിളിലാണ്. അടിപൊളിയാണ്, എന്ത് ബ്യൂട്ടിയാണെന്ന് അറിയാമോ അത് കാണാം. അവരത് എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയാണ്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, അത് കണ്ടാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പിങ്ക് മോസ്കിലോട്ടാണ്. അവിടെ നമുക്കൊരു പ്രത്യേകതരം ഡ്രസ്സ് തരും, പർദ്ദ പോലത്തെ, അതിട്ടിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് പുറത്തായിട്ട് ഒരു ലേക്കുണ്ട്, അവിടെ കുറച്ചെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നമുക്ക് ഡോറിയൻ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം കിട്ടും. ഈ മലേഷ്യയിൽ ഇത്രയും തവണ വന്നിട്ടെങ്കിലും ഒരു കാക്കയെ പോലും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടോ. അവസാനം കാത്തിരിപ്പിനൊടുവിൽ കാക്കയും കണ്ടു, കണിക്കൊന്നയും കാണാൻ പറ്റി. പിന്നെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി ടേസ്റ്റി.